തുടരുമാണൊരു ബിഗ് ബ്രേക്ക് എന്ന് തന്നെ പറയാം. ലാലേട്ടൻ ഫാനും കൂടിയാണ്. അതെ, വലിയ ലാലേട്ടൻ ഫാനാണ്. അപ്പോ ജെയ്ക്ക് സാറിന്റെ ശരിക്കും മ്യൂസിക് ഒക്കെ മാനേജറാണ് ഡോൺ വിൻസെന്റ്. അപ്പൊ ഡോൺ ചേട്ടനാണ് ഇതിനു വേണ്ടി എന്റെ വോയിസ് ഇങ്ങനെ ഒരു ബേസ് ടെക്സ്ചറും കൂടെ എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ എന്റെ കവേഴ്സ് ഒക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പൊ ജെയ്ക്ക് സാറിന് ഇന്ന പോലെ ഒരു കുട്ടി ഉണ്ടെന്ന് റെഫർ ചെയ്തിട്ട്, ജെയ്ക്ക് സാറിനെ എനിക്ക് ചെന്നൈയിൽ തൊട്ടേ അറിയാം. സാറിനും ഞാനിങ്ങനെ എല്ലാവർക്കും ഡെമോസ് ഒക്കെ അയച്ച് സ്ഥിരം ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ സാറിന് ഇങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയില്ലായിരുന്നു. അപ്പോ സാറിന്റെ സ്റ്റുഡിയോയില്, ഇവിടെ കൊച്ചിയിൽ തന്നെ സ്റ്റുഡിയോയില് പോയി ഞാനിങ്ങനെ പാടി ട്രൈ ചെയ്തതാണ് ആദ്യം പേമാരി. അപ്പൊ ലാലേട്ടന്റെ സിനിമ അതൊക്കെ അറിയുമായിരുന്നില്ലേ? ഇതാണ് എനിക്ക് ബേസിക്കലി വലിയ ധാരണയില്ല. സിനിമ ഇതാന്ന് അറിയായിരുന്നു. പക്ഷെ ഇത് പാടുമ്പോ ഇതിങ്ങനെ ഒരു സോങ് ആയിട്ട് ഇറങ്ങുമോ അതോ ഇനി സ്കോറിൽ വന്ന് പോകുന്നതാണോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് എന്താ, നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ ഒന്നും ചെയ്തിട്ടല്ല കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് അറിയില്ല. അപ്പോ അതും പാടി. പിന്നെ തുടരുമിലൊരു ലാലേട്ടൻ ആ ബാത്റൂമിൽ ഇങ്ങനെ കരഞ്ഞു വീഴുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതില് ദൈവേ ദൈവേ എന്ന് പറഞ്ഞൊരു പോർഷൻ സ്കോറിൽ വരുന്നുണ്ട്. അപ്പൊ അതും പേമാരിയും കൂടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടരും ലാസ്റ്റ് കുറെ ദിവസങ്ങള് തരുൺ സാറും ജെയ്ക്ക് സാറും ഞാനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആ ഫിലിമിലൊരു മെറ്റഫർ വോയിസ് പോലെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ തരുൺ സാർ തന്നെ എഴുതി, ജെയ്ക്ക് സാർ അപ്പ കമ്പോസ് ചെയ്ത് പാടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തുടക്കം തൊട്ട് ഇങ്ങനെ ഇടയ്ക്ക് വോയിസ് വന്ന് പോകുന്നുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെയൊക്കെ ഞാൻ ഫിലിമിന്റെ റീലും കണ്ടിട്ട് തന്നെയാണ് പാടിയത്. കുറെയൊക്കെ ഇതിങ്ങനെ കണ്ടോണ്ട് പാടി ലാസ്റ്റ് ഒക്കെ ആയപ്പോ കുറച്ചൊക്കെ അങ്ങനെ പാടാൻ. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്തായിരുന്നു? ലൈക്ക് ഈ ഇമോഷൻ എങ്ങനെ കൺവേ ആവണം അങ്ങനെ പറഞ്ഞത്? അതായത് അതൊരു കാടിന്റെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു നേച്ചർ എന്നുള്ള ഒരു രീതിയിലാണ് അതിൽ എന്റെ വോയിസ് യൂസ് ചെയ്തെന്ന് അങ്ങനെ ജെയ്ക്ക് സാർ പറഞ്ഞു.